ഈശ്വര, രാഘവേട്ടന്റെ ചായ എന്തേ ഇതുവരെ വരാത്തതെന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. 5:30 സൈവം മുഴങ്ങി ഇപ്പൊ തീരുന്നുള്ളൂ. അതിനൊക്കെ രാഘവൻ എത്തിയല്ലോ. ഇനി 5 മിനിറ്റ് വൈകുന്നിരിക്കണം. ഇതിനേക്കാൾ നല്ല ചായ ഈ മദ്രാസി പട്ടണത്തിൽ വേറെ കിട്ടാനുണ്ടോ? അത് പറ. അത് നേരാ. രാഘവേട്ടന്റെ ചായ എന്ന് വെച്ചാൽ അത് ചായ തന്നെയാണ്. ഹലോ, മെഡ്രാസ് ഓട്ടോമൊബൈൽ. யாரு? അനന്ത, ഉനക്ക് ഫോൺ. റെഡിയാരായിരിക്കും. വണ്ടി നാളേക്ക് റെഡിയാവുമെന്ന് சொன்னா போதும். ரெட்டியாரல்ல, இது ஏதோ ஒரு பொண்ணு. ഹലോ. ഹലോ, അനന്തനല്ലേ? അതെ, അനന്തനാണ്. ഞാൻ ശ്രീദേവിയാണ്. നാട്ടിലെ അയൽവക്കത്തെ തെക്കേ മഠത്തിലെ മാധവിയമ്മയുടെ മകൾ. ശ്രീദേവിയോ? മനസ്സിലായോ? ഹലോ. മിണ്ടാട്ടം ഇല്ലാഞ്ഞപ്പോൾ ഞാൻ കരുതി അനന്തം ഫോൺ വെച്ചു. എന്നെ മനസ്സിലായല്ലോ? ഹൗ, അത്രയും ഭാഗ്യം. ഈയിടെ നാട്ടിൽ പോയപ്പോ പൊന്നമ്മയാ പറഞ്ഞത് അനന്തൻ ഇവിടെയാണെന്ന്. വെറുതെ ഡയറക്ടറി മറിച്ചു നോക്കിയപ്പോ നമ്പര് കണ്ടു. ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി. അത് ശരി. ഞാനിവിടെ മെഡിസിന് പഠിക്കുകയാണ്. റോസ് ഹോസ്റ്റലിലാ താമസം. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഇറങ്ങൂ. നോക്കട്ടെ. ഓ പിന്നെ, ഇതിലെന്താ ഇപ്പൊ ഇത്ര നോക്കാൻ? നാളെ ഞായറാഴ്ചയല്ലേ? വേറെ എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ വരൂന്നേ, കാണാലോ. ശരി. ഓ, അറിയാം. ആ കപ്പൊന്ന് ഒഴിച്ചത് എന്താ? പോയിട്ട് വേറെ പരിപാടി ഉള്ളതാ? പോട്ടെ, വൈകുന്നേരം കാണാം. ഞാൻ ശ്രീദേവിയാണ്. നാട്ടിലെ അയൽവക്കത്തെ തെക്കേ മഠത്തിലെ ശ്രീദേവി. നല്ല ആളാ. വിളിച്ചത് കേട്ടൂടെ? ഓടി ഓടി ഞാൻ കെതിച്ചു. അനന്തൻ എവിടേക്ക്? എത്ര ധൃതിയില്? എവിടേക്കില്ല. എവിടേക്കും ഇല്ലാണ്ട് പിന്നെ അമ്പലക്കുളത്തിൽ പോകാം. എത്രയെന്നര അമ്പൽപ്പൂവ് നമുക്ക് പറിച്ചെടുക്കാം. ഞാനില്ല. എന്നാ നമുക്ക് ഇല്ലൊക്കെ പറമ്പിൽ പോവാം. പനിനീർ ചാമ്പയ്ക്ക പറിക്കാം. ഞാൻ എവിടേക്കും ഇല്ല. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വീട്ടിൽ പോവാം. അവിടെ ഇരുന്ന് കളിക്കാമല്ലോ. അമ്മ ഇന്ന് നെയ്യട ഉണ്ടാക്കുന്നുണ്ട്. എന്താ കുഞ്ഞെ? ഈ അനന്ത ഞാൻ പറയുന്നത് ഒന്നും കേൾക്കണില്ല.
നിനക്ക് എന്താ ഈ കുഞ്ഞു പറയുന്നോന്ന് കേട്ടാല് കളിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല പൊന്നുമ്മേ. അവൻ വരും കുഞ്ഞെ. ഒന്ന് ചെല്ലടാ ആനന്ദ. ഈ കുഞ്ഞിന്റെ വീട്ടുകാരുടെ ദയ കൊണ്ടുകൂടിയാ നമ്മുടെ അവിടെ കഴിഞ്ഞു പോകുന്നത്. അമ്മയുടെ മോനല്ലേ, ഒന്ന് ചെല്ലേ. വാ. എന്നോട് പിണക്കമാണോ? അല്ല. പിന്നെ ശ്രീദേവിക്ക് ചേട്ടനില്ലേ? ചേട്ടന്റെ കൂടെ പോയി കളിച്ചൂടെ? ഹായ്, ചേട്ടന്റെ കൂടെയോ? നല്ല കാര്യായി. കളിക്കാൻ ചെല്ലേണ്ട താമസമുള്ളൂ. അപ്പോഴേ തുടങ്ങും തൊള്ള തുറക്കാൻ. ഇങ്ങനെയുണ്ടോ ഒരു പത്രാസ്? പത്രാസം വെച്ചോണ്ട് അവിടെ ഇരുന്നോട്ടെ. അനന്തനല്ലാണ്ട് എനിക്ക് വേറെ ആരാ കൂട്ടിനുള്ളത്? അതുകൊണ്ടല്ലേ. സന്ധ്യയ്ക്ക് മുമ്പ് ഉള്ളതൊക്കെ തിന്നുപിടിച്ച് കിടന്നിറങ്ങാനേ നിന്റെയൊക്കെ തന്തയുടെ സമ്പാദിച്ചിരിക്കുന്നു ഇവിടെ. ദൈവത്തിങ്ങളെ ഓർത്ത് ബഹളം വെക്കാതെ. അയൽവക്കത്തുകാർ കേൾക്കും. വന്നാട്ടെ, ചോറ് വിളമ്പാം. അയൽവക്കത്തുകാർ കേട്ടാൽ എന്തുവായി? എടുത്തൊക്കെ വിഴുകിക്കളയോ? അവരല്ലേ ഇവിടെ വെറുതെ രക്ഷിക്കുന്നത്? ഒന്ന് പതുക്കെ പറ. കേക്കട്ടടി, നിന്റെ കുറവതിയാരെ 4 പേര് കേക്കട്ടടി. കെട്ടിയവൻ അന്തിയോളം കഷ്ടപ്പെട്ടേച്ച് വരുമ്പോ അവർക്ക് കാത്തിരിക്കാൻ മേലെ ഉറക്കമായി എന്തിനായി ചത്തുവതിന്റെ വനവനെ ഓർത്തിരിക്കാണോ? ആണ് തന്നെ വെച്ചു. അല്ല പിന്നെ കരയാതെ ഇത്തിരി കഴിയട്ടെ. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. എടാ ആനന്ദ മോനെ, നീ ഒന്ന് തെക്കേ മഠത്തിലോട്ട് ചെല്ല്. ശ്രീദേവി കുഞ്ഞിന്റെ അമ്മയോട് ഒരു 20 അരി തരാൻ പറ. അമ്മ പിന്നെ തിരിച്ചു കൊടുത്തോളാം. ഉവ്വ് ഒരുപാട് തിരിച്ചു കൊടുക്കും. ഇന്നെന്തായാലും തുടങ്ങിയല്ലോ. എനിക്ക് വയ്യ ഇങ്ങനെ നാണം കെട്ട് ഇറക്കാൻ. മോനെ, നിന്റെ ഇളയത്തങ്ങള് വിശന്ന് കരയുന്നത് കണ്ടില്ലേ? ഒന്ന് ചെല്ലു മോനെ. ഇവിടെ ഉള്ളവർക്ക് വിശക്കുന്നെന്ന വിചാരം അച്ഛനില്ലല്ലോ. വേണ്ട, ഇങ്ങനെ എറിഞ്ഞു തിന്നേലും ഭേദം പട്ടിണി എന്ന് ചാവുന്നതാ. നീ പറ, നിന്നെ കൊണ്ടാവുന്നത്. എല്ലാവരുടെ ഏറും തൊഴിലും കൊള്ളാൻ ഞാനൊരുത്തിയുണ്ടല്ലോ ഇവിടെ. അമ്മ പറഞ്ഞു ഒരു 20 അരി തരാൻ. എല്ലാം കൂടി ഉടനെ തരാമെന്ന് പറയാൻ പറഞ്ഞു. അനന്തന്റെ അച്ഛൻ ഇന്നലെ രാത്രിയും ബഹളം ഉണ്ടാക്കിയില്ലേ? ഇവിടെ കേൾക്കാമായിരുന്നു ഒച്ചയും ബഹളവും. ചീത്ത അച്ഛനല്ലേ? അതെ, ആ അച്ഛൻ അനന്തന്റെ അച്ഛനല്ലല്ലോ. അതുകൊണ്ടാ ഇങ്ങനെ സ്നേഹമില്ലാണ്ട്. പരീക്ഷ തോറ്റു മുടിച്ചിട്ട് വന്നിരുന്ന് മോങ്ങിയാ മതിയല്ലോ. മുടിയാൻ നേരത്തുണ്ടായ ഓരോ വിത്തുകള്. മോനെ പഠിപ്പിച്ച് മത്സരട്ടാക്കാൻ പോയിട്ട് ഇപ്പോഴെന്തി അടി? ഇനി അതും പറഞ്ഞാവും ചവിട്ടും തൊഴി. അങ്ങേരുടെ കണ്ണുമട്ടത്തെങ്ങും ചെന്ന് പെടാതെ നോക്കിക്കോ, അല്ലെങ്കിലേ നിന്നെ കണ്ടുകൂടാ. പിന്നെ അങ്ങേരെ എന്നെ അങ്ങ് കൊല്ലും. അതൊക്കെ അമ്മയുടെ അടുത്ത് നടക്കും. അങ്ങേരിന്റെ ആരാ? എന്തായടി മനസ്സിലായ കഴിവറവന്റെ തൽസ്വഭാവം? മാറി, ഞാൻ ആരാണെന്ന് ഇപ്പോഴേ ഇവൻ അറിഞ്ഞില്ലേ? കുഴപ്പമാ. എന്താ അനന്ത, സുഖമല്ലേ? ഒന്നുമില്ല. അരിക്കാണോ? അമ്മ പൂജാമുറിയില്ല. കുറച്ച് കഴിയുമ്പോ വരൂ. കുറച്ച് പൈസക്കാണ്. ഒരു 5 രൂപ വേണമായിരുന്നു. അത്രേ ഉള്ളോ? അത് എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. കുഞ്ഞമ്മാവൻ വിഷുവിന് കൈനീട്ട് തന്നതാ. ഇപ്പൊ വരാം കേട്ടോ. ഇനി ഈ വീടും പരിസരവും ഒരിക്കലും കണ്ടില്ലെന്ന് വന്നാലോ? പൂരത്തിന് പോകുമ്പോ മുത്തുമാല വാങ്ങാൻ വെച്ചിരുന്നതാ.